ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തനി നാടൻ വിഭവമായ നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ പുഴുക്കാണ്. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ പുഴുക്ക് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ട്, നമ്മുടെ ചാനൽ കയറി നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പുഴുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3 സ്വീറ്റ് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. വിറ്റമിൻ എയും അതുപോലെ തന്നെ കരോട്ടിനും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല പോഷകസമൃദ്ധമായ ഒരു ഫുഡാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളിതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. നമ്മൾ ഇതേ കൂട്ടത്തിൻ്റെ തട്ടിൽ ആവി കയറ്റിയാണ് നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ പുഴുക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം താഴത്തെ തട്ടിലേക്ക് നമ്മളിതുപോലെ ഒരു ഇല ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി വെച്ചിരുന്ന നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമുക്ക് നന്നായി ആവിയിൽ പുഴുങ്ങിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് വെള്ളത്തിലല്ല ഇന്ന് പുഴുങ്ങിയെടുക്കുന്നത്. വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ആവിയിലും പുഴുങ്ങിയെടുക്കാവുന്നതാണ്. അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. ആ സമയത്ത് ഞാൻ ഒരു ചെറിയ സ്വീറ്റ് പൊട്ടറ്റോ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അടുപ്പിൽ. അപ്പം അതും വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്കിത് കഴിക്കാനുള്ള ചട്നി തയ്യാറാക്കാം. അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി നമ്മളൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇടികല്ലിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കാന്താരി നമ്മൾ ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നാടൻ രീതിയിലുള്ളൊരു ചട്നിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ പുഴുക്കിനൊക്കെ വളരെ ഇതുപോലത്തുള്ള ചട്നി തയ്യാറാക്കാൻ നല്ലതായിരിക്കും. ഇനി നമുക്ക് പിഴുപുള്ളിയും ചേർത്ത് അതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ചതച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് ചാലിച്ചെടുക്കാം നമ്മുടെ ഈ ചട്നി. പ്രത്യേകിച്ച് നാടൻ രീതിയിലുള്ള ഭക്ഷണമാണ്. വളരെ ടേസ്റ്റി ആയിരിക്കും ഇതുപോലത്തുള്ള ചട്നി നമ്മുടെ ഇതുപോലത്തുള്ള പുഴുക്കിൻ്റെയൊക്കെ കൂടെ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കതാ ഇതുപോലെ ഒരു കുത്തി വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം വളരെ ടേസ്റ്റിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കണ്ടോ, നല്ലതായിട്ട് ഇത് ആവിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുഴുങ്ങാൻ വെച്ച ആ ഒരു തട്ടിൽ വെച്ച ഇല തന്നെ ആ വാഴയിലേക്ക് തന്നെയാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വളരെ ടേസ്റ്റിയും നല്ല പോഷകസമൃദ്ധമായിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ വിറ്റമിൻസും മിനറൽസും അതുപോലെ കാരോട്ടീൻസൊക്കെ അടങ്ങിയ നല്ലൊരു ഫുഡാണിത്. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഇങ്ങനെ കൈവച്ചിങ്ങനെ നമ്മൾ തൊടുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് വെന്തുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളകി വരും. അപ്പം വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഈ ചട്നിയും കൂട്ടി നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല ആവി പുഴുങ്ങിയൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുഴുക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നേരത്തെ ഞാൻ ചുട്ടെടുത്ത് വെച്ചിരുന്ന ആ ഒരു മധുരക്കിഴങ്ങ് നമ്മളൊന്ന് പൊളിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചട്നിയൊന്നും ഇല്ലെങ്കിലും വളരെ ടേസ്റ്റിയാണ്. കാരണം നല്ല മധുരമാണിതിന്. അപ്പം എല്ലാവരും നമ്മുടെ ഈ ഫുഡ് ഐറ്റം നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തതുകൊണ്ട് നമ്മുടെ ചാനൽ കയറി നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ.